നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് HSSTയിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മുടെ സിലബസിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഈ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അടുത്ത HST പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പോർഷൻസ് ഒഴിവാക്കാൻ പാടില്ല, സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. സോ കഴിഞ്ഞ HSTക്ക് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് പാറ്റേൺ മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളും ഒക്കെ ഒന്ന്, ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല, നമ്മുടെ സിലബസിനെ ഒന്ന് അറിയുക, അല്ലേ? സിലബസിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് അറിയുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് കിട്ടേണ്ട കാര്യം. നോക്കാം. സോ ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജിയാണ്. 10 മാർക്കിനുള്ള ചോദ്യമാണ്. നമ്മൾ വിചാരിക്കില്ലേ, നമ്മൾ നേരത്തെ പറയുമായിരുന്നു എക്സാം കഴിയുമ്പോഴത്തേക്കും സിലബസ് ഉണ്ട്, സിലബസ് നല്ല ചോദ്യം വന്നെന്ന് പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ടും ഈ 10 മാർക്ക് സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഓവർലാപ്പിംഗ് ഉണ്ട്, ഞാൻ പറയാം. സോ കണ്ടോ, 1, 2, അതായത് ടാക്സോണമിയിൽ നിന്ന് 1 മാർക്കിൻ്റെ ഒരു ചോദ്യം, ക്ലാസിഫിക്കേഷൻ, ICZN, ഇവല്യൂഷൻ 1 മാർക്ക്. അതിനൊക്കെ സബ് ടോപ്പിക്സ് ഉണ്ട് വേറെ, ഞാൻ അത്രയും പോകുന്നില്ല. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇത്രയും 5 മാർക്കാണ് ആക്ച്വലി ചോദിച്ചേക്കുന്നത്, അല്ലേ? 3, 2, 5 മാർക്കിനുള്ള ചോദ്യം കൃത്യമായിട്ടും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവല്യൂഷനാണ്. എവല്യൂഷനിൽ ടൈപ്സ് ഓഫ് എവല്യൂഷൻ, നമ്മുടെ തിയറീസിൽ ലാമാർക്കിൽ നിന്ന് 1 മാർക്ക് ചോദിച്ചു, പങ്ക്ച്വൽ ഇക്വിലിബ്രിയം 1 മാർക്ക് വന്നു, ദെൻ കോ എവല്യൂഷൻ 1 മാർക്ക്, സിന്തറ്റിക് തിയറി 1 മാർക്ക്, ഹ്യൂമൻ എവല്യൂഷൻ 1 മാർക്ക്. അങ്ങനെ 6 മാർക്കിനുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ ഈ 10-ന് 1 മാർക്ക് കൂട്ടിയിട്ടേക്കണത് റീസെൻറ്റ് ട്രെൻഡ്സ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇടയ്ക്ക് കയറി വന്നേക്കുന്നത് കൊണ്ടാണ് 6 മാർക്ക് ആയേക്കുന്നത് കേട്ടോ. റീസെൻറ്റ് ട്രെൻഡ്സും കൂടെ ഇവിടെ ഓരോ അതാത് മൊഡ്യൂളിലാണ് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ നിന്നുള്ള 10 മാർക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതാണ് 1 മാർക്ക് ചില സ്ഥലത്തൊക്കെ കൂടി കിടക്കുന്നത്. അപ്പോൾ ആലോചിക്കേണ്ടത് ആ 1 മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ 10 മാർക്കാണ് എവല്യൂഷൻ ആൻഡ് നമ്മുടെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 മാർക്ക് സിസ്റ്റമാറ്റിക്സിൽ നിന്ന് ചോദിച്ചിരിക്കും, 5 മാർക്ക് നമ്മുടെ എവല്യൂഷനിൽ നിന്നും ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ഔട്ട്പുട്ട് വെച്ചിട്ടാണ്. അതായത് 5 മാർക്ക് എയിം ചെയ്ത് നമ്മൾ പഠിക്കണം, അല്ലേ? കാർഡ് കയറി പഠിച്ചിട്ട് കാര്യമില്ല. 5 മാർക്കിനുള്ള അല്ലെ ആ ഒരു ഔട്ട്പുട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അടുത്തത് മൊഡ്യൂൾ 2 ആണ്, ഫിസിയോളജി ബയോകെമിസ്ട്രി. 10 മാർക്കാണ്. ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി നമ്മൾ നോക്കി കഴിയുമ്പോൾ 10 മാർക്കാണ്. ഞാൻ പറഞ്ഞു 5 മാർക്ക് ഫിസിയോളജി, 5 മാർക്ക് ബയോകെമിസ്ട്രി, അങ്ങനെ വേണം പഠിക്കാനായിട്ട്. സോ ഫിസിയോളജിയിൽ എൻഡോക്രൈനോളജി, അവിടെ ഗ്രോത്ത് ഹോർമോൺ ആണ് 1 മാർക്ക്. ഡൈജഷൻ കണ്ടോ, ഫിസിയോളജി 2 ചോദ്യങ്ങൾ ചോദിച്ചു, 2 മാർക്ക്. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം 2 മാർക്ക്, 5 മാർക്കിനുള്ള ചോദ്യം. അപ്പോൾ ഇത് മാറാം, ഏരിയ മാറാം കേട്ടോ. നമ്മൾ ആ മാർക്ക് മനസ്സിൽ വെക്കുക, 5 മാർക്കിനുള്ള ചോദ്യം. അടുത്തത് ബയോകെമിസ്ട്രിയിൽ എൻസൈം 2 ചോദ്യങ്ങൾ ചോദിച്ചു, TCA സൈക്കിൾ 1 ചോദ്യം, ലിപ്പിഡ് മെറ്റബോളിസം 1 ചോദ്യം, കൊളസ്ട്രോൾ ബയോസിന്തസിസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഇവിടെ കുറച്ച് കൂടുതൽ വരാൻ കാര്യം റീസെൻറ്റ് ട്രെൻഡ്സിലെ കുറച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മാർക്ക് വന്നേക്കുന്നത്. ഞാനിട്ടതാണ്, അതായത് നമ്മൾ റീസെൻറ്റ് ട്രെൻഡ്സിനെ സ്പ്ലിറ്റ് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത്, കറക്റ്റായിട്ട് അതിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ 5 മാർക്കിനുള്ള ചോദ്യം ഫ്രം ബയോകെമിസ്ട്രി. ദെൻ മൈക്രോബയോളജി ഇമ്മ്യൂണോളജിന്ന് 10 മാർക്ക്. അപ്പോൾ ഇനി നമുക്കറിയാം മൈക്രോബയോളജി 5, ഇമ്മ്യൂണോളജി 5. അതിൽ ബാക്ടീരിയയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ബാക്ടീരിയയുടെ കുറേ സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? സാലിയൻ്റ് ഫീച്ചേഴ്സ് മുതൽ ബാക്കിയുള്ള അതിൻ്റെ റീപ്രൊഡക്ഷൻ, മറ്റത് മറിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വൈറസും ബാക്കിയുള്ള മൈക്കോപ്ലാസ്മയൊക്കെ ജസ്റ്റ് സാലിയൻ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് എവിടുന്നാ? ബാക്ടീരിയയിൽ നിന്നാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ് ബാക്ടീരിയയിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. വൈറസ് 1 മാർക്കാണ്. കണ്ടോ, വൈറസ് സാലിയൻ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, 1 മാർക്കാണ്. അതുപോലെ തന്നെ വേറെ ബാക്കിയുണ്ടല്ലോ കുറേ ആൾക്കാരുടെ സാലിയൻ ഫീച്ചേഴ്സ്, അവിടുന്ന് 1 മാർക്ക്. കണ്ടോ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 1 മാർക്ക്. അങ്ങനെ കണ്ടോ, അങ്ങനെയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. 4, 5, 6, 7 മാർക്കിനുള്ള ചോദ്യം. ദെൻ കഴിഞ്ഞിട്ടില്ല, ഇമ്മ്യൂണോളജിയിലേക്ക് പോകുമ്പോൾ 8, 9, 10, 11.
ഞാൻ പറഞ്ഞു ആ 1 മാർക്ക് കയറിയേക്കുന്നത് റീസെൻറ്റ് ട്രെൻഡ്സ് ഞാൻ സബ്ജക്റ്റ് അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ആ റീസെൻറ്റ് ട്രെൻഡ്സ് എവിടെ നിന്നാണോ ഏത് സബ്ജക്റ്റിൽ നിന്നാണോ ചോദിച്ചത് അത് അങ്ങോട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് മാർക്ക് കയറി കിടക്കുന്നത് കേട്ടോ. MHC ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. MHC 1 മാർക്കിന് ചോദിച്ചു. ആൻറ്റിബോഡി ഇമ്മ്യൂണോളജി എന്നാണ്. ആൻറ്റിബോഡി 1 മാർക്ക്. ഗ്രാഫ്റ്റ് ഇപ്പോൾ സീനോഗ്രാഫ്റ്റ്, അല്ലോഗ്രാഫ്റ്റ്, ഓട്ടോഗ്രാഫ്റ്റ് അങ്ങനത്തെ സാധനം. ഗ്രാഫ്റ്റ് 1 മാർക്ക്. ഓട്ടോ ഇമ്മ്യൂണിറ്റി 1 മാർക്ക്. കണ്ടോ, അങ്ങനെ 10 അവിടുന്ന് റീസെൻറ്റ് ട്രെൻഡ്സും കൂടെ ചേർത്ത് ബാക്കി. ദെൻ അടുത്തിട്ട് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി ആണ്. ദെൻ ബയോടെക്നോളജി. മൊത്തത്തിൽ 10 മാർക്കാണ്. അപ്പോൾ ഇവിടെ സെല്ലിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിൻ, DNA റിപ്പയർ മോളിക്കുലർ ബയോളജി, DNA റെപ്ലിക്കേഷൻ അവിടെ ഒരു 1 മാർക്ക്. ദെൻ ഓപ്രോൺ ഒരു 1 മാർക്ക്. ദെൻ എൻഹാൻസേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ മോളിക്കുലർ ബയോളജി. ഇത് ട്രാൻസ്ക്രിപ്ഷനിൽ നിന്നുള്ളതാണ് എൻഹാൻസർ അല്ലേ. തൗസൻഡ്സ് ഓഫ് ബേസ് പെയർ അപ് സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ട്രാൻസ്ക്രിപ്ഷനിൽ പഠിക്കുന്നതാണ്. ദെൻ tRNA മോളിക്കുലർ ബയോളജി ട്രാൻസ്ലേഷൻ 1 മാർക്ക്. പ്രോട്ടീൻ മോഡിഫിക്കേഷൻ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ 1 മാർക്ക് അല്ലേ. ഇത്രയുമാണ് അവിടെ നമ്മൾ കണ്ടത്. ദെൻ ബയോടെക്നോളജിയിലേക്ക് വരുമ്പോൾ റെസ്ട്രിക്ഷൻ, എൻസൈംസ്, പ്രോബ്, മാർക്കേഴ്സ്, ട്രാൻസ്ജനിക് അനിമൽ, സീക്വൻസിങ്. അപ്പോൾ ഇവിടെയും റീസെൻറ്റ് ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാം കൂടെ 10 മാർക്ക്. ഇതെല്ലാം കൂടെയാണ്, 3ഉം കൂടെ 10 മാർക്ക്. ഏതൊക്കെ? സെല്ല്, മോളിക്കുലാർ, ബയോടെക്നോളജി എല്ലാം കൂടെ 10 മാർക്ക്. കുറച്ച് റീസെൻറ്റ് ട്രെൻഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റൽ ബയോളജി 10 മാർക്കാണ്. ഡെവലപ്മെൻറ്റൽ ബയോളജി മാത്രമല്ല ജെനറ്റിക്സും കൂടെ ചേർത്താണ് 10 മാർക്ക്. പ്ലസ് ജെനറ്റിക്സ് അപ്പോൾ 5 വരും. ഫെർട്ടിലൈസേഷൻ 1 മാർക്ക്. സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. 1 മാർക്ക്. ക്ലീവേജ് മിക്കവാറും എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുക, ഒരു ഒറ്റ ടേബിൾ പഠിച്ചാൽ മതി. പ്ലാസെൻഡ 1 മാർക്ക്. ഗ്യാസ്ട്രേഷൻ 1 മാർക്ക്. ദെൻ ഓവുലേഷൻ 1 മാർക്ക്. അപ്പോൾ മൊത്തം എത്രയായി? 3ഉം 2ഉം 5 മാർക്ക്. ഡെവലപ്മെൻറ്റൽ ബയോളജി 5 മാർക്ക്. ജെനറ്റിക്സും കൂടെ ചേർത്ത് മൊത്തം ഈ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അടുത്തത് എക്കോളജി നോക്കിക്കഴിഞ്ഞാൽ എക്കോളജി, എത്തോളജി, ബയോഡൈവേഴ്സിറ്റി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും ചേർത്ത് 10 മാർക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ പോപ്പുലേഷനിൽ നിന്ന് 1 മാർക്ക്, സക്സഷൻ 1 മാർക്ക്, പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. ഓർമ്മയിൽ എയർ പൊല്യൂഷൻ ആണ് 1 മാർക്കിന് ചോദിച്ചു. സിമ്പിൾ അല്ലേ. എത്തോളജി ഒറ്റ. അപ്പം നമ്മൾ അവിടെ കണ്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് കുറവാണെങ്കിൽ നമ്മൾ ഇൻഡെപ്ത് കൂടുതൽ പഠിക്കണം. അതായത് ഇപ്പം ഈ ഒരു മൊഡ്യൂളിൽ സബ്ജക്റ്റ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ അങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നമ്മുടെ ലേണിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണം. കണ്ടോ എത്തോളജി ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ലേണിംഗ് മാത്രമല്ല ഹണിബിയുടെ ഡാൻസിൽ നിന്ന് 2 ചോദ്യങ്ങൾ 2 മാർക്ക് വന്നു. പിന്നെ അഗെയിൻ ബയോഡൈവേഴ്സിറ്റി എക്കോളജിയിലേക്ക് വരുമ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി 1 മാർക്ക്, ഹോട്ട്സ്പോട്ട് 1 മാർക്ക്. ദെൻ സ്റ്റാറ്റിയിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 മാർക്ക്, മീൻ 1 മാർക്ക്, ഡാറ്റ സാമ്പിളിങ് അല്ലെ അവിടുന്ന് 1 മാർക്ക്, ഡാറ്റയെ പറ്റിയിട്ടൊരു ചോദ്യം. ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നൊരു ചോദ്യം. അടുത്തതാണ് റീസെൻറ്റ് ട്രെൻഡ്സ്. ഞാൻ റീസെൻറ്റ് ട്രെൻഡ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലത്താക്കി. ഒരിടത്ത് ഉൾക്കൊള്ളാത്ത കുറച്ച് ആൾക്കാരെ മാത്രമേ ഇവിടെ ആക്കിയിട്ടുള്ളൂ. കോവിഡിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. കാരണം റീസെൻറ്റ് ട്രെൻഡ്സ് ആ സമയത്ത് കോവിഡ് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. ദെൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് 1 മാർക്ക്. ദെൻ മെക്കാനിസം ഓഫ് മിൽക്ക് വീഡ് ടോക്സിറ്റി 1 മാർക്ക്. ദെൻ ന്യൂ സ്പീഷീസ് ഡിസ്കവേർഡ്. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം പഠിക്കുമ്പോൾ ഇത് നോക്കിയാൽ പോരാ, ഇത് അന്നത്തെയാണ്. ഇപ്രാവശ്യം നിങ്ങൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും എപ്പോഴും നമ്മൾ നോബൽ പ്രൈസ് ഒരു 5 വർഷത്തെ നോക്കിയേക്കണം. പിന്നെ റീസെൻ്റ്ലി എന്താ സംഭവിക്കുന്നത്? വെറുതെ ആൾക്കാരുടെ പേര് പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് കണ്ടുപിടിച്ചത്, എന്താണ് ആൻഡ് മെക്കാനിസം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ചോദിക്കുവേ. അത്രയും ഇൻഡെപ്ത് ചോദിക്കും. വെറുതെ ആളുടെ പേര് പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു നോബൽ പ്രൈസ് 5 വർഷത്തെ ബാക്കിലോട്ടുള്ള നോബൽ പ്രൈസ് നോക്കണം. ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കാര്യം നമുക്കറിയാം. ഈ അമീബിക് ഡിസെൻട്രി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഡിസീസുകൾ കറണ്ട് അഫേഴ്സ് പോലെ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് എന്താ നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് പോകണേ. ഇപ്പോൾ അമീബിക് ഡിസെൻട്രിയുടെ കാര്യം, അതുപോലെ നോബൽ പ്രൈസ്, പിന്നെ പുതിയ സ്പീഷീസ് എപ്പോഴും ചോദിക്കും. മിക്കവാറും ഫിഷാണ് ചോദിക്കുക. ഈ വർഷം അതായത് എക്സാം വരുന്ന വർഷം അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു 5 വർഷം ഗ്യാപ്പിൽ ഒത്തിരി ഉണ്ടാവും. അങ്ങനെയല്ല, ഭയങ്കരമായ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു ഫിഷ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം. മിക്കവാറും ഫിഷാണ് കാണാറ്, അതാണ് ഞാൻ ഫിഷ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഓർഗാനിസം ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത് റീസെൻറ്റ് ട്രെൻഡ്സിൽ കേട്ടോ. അപ്പം
ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ഏരിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. ഞാനിത് പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന സ്ട്രെസ്സ്, നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിനും ഓരോ സ്ട്രെസ്സ് കൊടുത്ത് തന്നെ പഠിക്കണം. എല്ലാം ഒരുപോലെ പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ HSST സുവോളജി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.